വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു നുറുക്കുഗോതമ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കണ കാണിക്കാമെന്ന് ഓർത്ത് അപ്പോൾ അതിനൊരു ഗ്ലാസ് നുറുക്കുഗോതമ്പ് എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി കുക്കറിൽ വേവിച്ചെടുത്ത് അപ്പോൾ അത് നല്ലോണം വെള്ളമൊക്കെ പറ്റിയിരിക്കണേന്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒരു ഗ്ലാസ്. എന്നിട്ട് അതിനകത്തോട്ട് ജീരകം ചതച്ച് വെച്ച ജീരകവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു കാൽഭാഗം തേങ്ങ ഇട്ടുള്ളൂ ഞാൻ. തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി കൂട്ടി എടുത്ത് അപ്പം ഞാനിത് വൈകിയാണ് ഉണ്ടാക്കിയത്. പിള്ളേരൊക്കെ പോണ തിരക്കിൽ നമുക്ക് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടുമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഇവിടെ ഈ അപ്പവും പൂരി അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാവിലെ ഉണ്ടാക്കണം. മിക്കപ്പോഴും ദോശ ആയിരിക്കുള്ളൂ, അതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഏതായാലും ഞാനങ്ങനെ അരിയുടെ എപ്പോഴും കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കുള്ളൂ രാവിലെ. അപ്പോൾ ഏതായാലും ഇന്ന് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ച് നോക്കിയിട്ട് നല്ലതാണ്. ഈ തേങ്ങയൊക്കെ ഇട്ട്, തേങ്ങ അധികം ഇട്ടില്ല എന്നാലും നല്ല രുചിയുണ്ട് കഴിക്കാൻ. പണ്ടൊക്കെ എല്ലാവരും കഴിക്കുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും വല്ല വ്രതങ്ങളൊക്കെ എടുക്കുമ്പോഴായിരിക്കും ആൾക്കാരൊക്കെ കഴിക്കണത്. ഞാൻ ഈ തിരുവാതിര വ്രതം അങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാനിത് ഷഷ്ടി വ്രതം അതിനൊക്കെ ഞാൻ ഈ ഗോതമ്പ് കഞ്ഞിയൊക്കെ കുടിക്കാറ് പതിവ്. പിന്നെ ഇത് മേടിച്ച് വെച്ചതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. ഞങ്ങൾ ഇടയ്ക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ രാത്രിയിൽ ചിലപ്പോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഓട്സൊക്കെ കഴിക്കണമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.